ഉസ്താദ് പുറത്താക്കിയ ഒരു ചങ്ങാതി, ആ ചങ്ങാതി പറയുകയാണെന്ന് കാന്തപുരത്തിന്റെ മുന്നിൽ കുറെ മൈക്കിങ്ങനെ വെച്ചു കൊടുത്തിട്ട് കാന്തപുരം ജോർജ് ബുഷിനെ പോലെ കോഫി അന്നാനെ പോലെ ആഗോള പ്രശസ്തനാണ് വരുത്തി തീർക്കാൻ വേണ്ടി അനുയായികൾ വെറുതെങ്ങനെ മൈക്ക് കൊണ്ടുപോയി വെച്ചു കൊടുക്കുകയാണ്. എന്നാ ഞാനൊന്ന് പറയട്ടെ, അതെവിടെ എന്ന് ചോദിച്ചതിന്റെ മറുപടി അപ്പൊ മൂപ്പര് പറഞ്ഞത് പേരോടെ അങ്ങനത്തെ ഒരു സംഭവം ഈ കേരള യാത്ര നടത്തിയത് മറ്റേ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ, അതല്ലെങ്കിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയാണ് ഇപ്പൊ ഈ കേരള യാത്ര നടത്തുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെയാണെന്ന് തോന്നുന്നുണ്ട്. അതിന്റെ ഇടയിൽ എവിടെയായിരുന്നു എന്നാ ചോദിച്ചത്. ഏതായാലും അതിന്റെ മുമ്പിൽ എന്താ വെക്കൂലേ എന്നാ മൂപ്പര ചോദ്യം. അത് പോട്ടെ. ഷാഫി ഒളവട്ടൂര്, ഏതായാലും ഷാഫി ഒളവട്ടൂരിന് മറ്റേ ഇതൊന്നുമില്ലല്ലോ, എന്താന്ന് പറയാ, ഡോട്ടൊന്നുമില്ലല്ലോ. ഷാഫി ഒളവട്ടൂരിനൊരു ഡോട്ടൊന്നുമില്ലല്ലോ. ഓക്കെ. അപ്പൊ ഷാഫി ഒളവട്ടൂര് പറഞ്ഞത്, പിന്നെ ചോദിക്കുന്നത്, ഇതിന് ഷാഫി ഒളവട്ടൂരിന്റെ കയ്യിലുള്ള ആകെ രേഖ, അതായത് മർക്കസിന്റെ മുടി വ്യാജമല്ല എന്നതിന് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞത് കൊണ്ടാണോ ഷാഫി ഒളവട്ടൂര് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേശമാണ് എന്ന് വിശ്വസിക്കുന്നത്, അതല്ലെങ്കിൽ അത് വ്യാജമുടിയല്ല എന്ന് വിശ്വസിക്കുന്നത്? ഷാഫി ഒളവട്ടൂരെ ആണെങ്കിലോ നെസ്സടിക്കും. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ അത് അംഗീകരിക്കുന്നത്, അത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേശമാണ് എന്ന് അംഗീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളോ നെസ്സടിക്കും. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞത് കൊണ്ടാണോ നിങ്ങൾ അംഗീകരിക്കുന്നത്? അതിന് മാത്രം ഒരു ഉത്തരം അടിച്ചാൽ മതി. യെസ്. അപ്പൊ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അത് തിരിച്ചു പറഞ്ഞു, അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേശമല്ല, ഞാനത് തെറ്റിദ്ധരിച്ചതാണ്, എന്നെ ഒരു സുഹൃത്ത് എന്നോട് വിളിച്ചു പറഞ്ഞതാണ്, അതിന്റെ രേഖ, അതിന്റെ സത്യാവസ്ഥ, അത് അതിന്റെ ഫോട്ടോകളും മറ്റുള്ള കാര്യങ്ങളും അതിൽ പങ്കെടുത്ത ആളുകളോടും മറ്റുമൊക്കെ ചോദിച്ചപ്പോൾ അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കേശമല്ല എന്ന് വ്യക്തമായിരിക്കുന്നു എന്ന് തിരുത്തി പറഞ്ഞല്ലോ. അപ്പോഴോ ഷാഫി ഒളവട്ടൂർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, അദ്ദേഹം അത് തിരുത്തി പറഞ്ഞു. അദ്ദേഹം ഉന്നയിച്ച വാദത്തിൽ നിന്നും ലോകരാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേശമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഇങ്ങനെ അബൂദാബിയിലും ഉണ്ട് എന്ന് രേഖകൾ സൂചിപ്പിക്കുന്നു എന്ന് എന്നോട് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് സത്യമല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്ര നീളമുള്ള കേശമുണ്ടായിരുന്നില്ല. പിന്നെ ഇത്രത്തോളം കേശങ്ങൾ ആരുടെ കൈകളിലൂടെയും വന്നതായിട്ടൊരു തെളിവുമില്ല. ആരും ഇത്രത്തോളം എത്ര എണ്ണം കേശങ്ങൾ കൈമാറിയതായിട്ടൊരു രേഖയുമില്ല. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇതിന്റെ ഒരു സനദുമില്ല. ഇത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുമില്ല. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്ത ശേഷം, മനസ്സിലാക്കിയ ശേഷം ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു, ഇത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേശമല്ല. അപ്പോ അതായത് അങ്ങനെ അവിടെ ഒരു കേശമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ അത് ഇല്ല എന്ന് തീർത്ത് പറഞ്ഞപ്പോ പരിപൂർണമായും അദ്ദേഹം അത് തീർത്ത് പറഞ്ഞ സമയത്ത് ഇപ്പോ നിങ്ങൾ ഇയാൾ അംഗീകരിക്കുന്നുണ്ടോ? അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിലൊന്നും ഉണ്ട് നടിക്കും, അല്ലെങ്കിൽ ഇല്ല നടിക്കും. അംഗീകരിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണ്? ആദ്യം പറഞ്ഞു, പിന്നെ അത് മാറ്റി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ്. അപ്പൊ അടുത്ത ചോദ്യം, മർക്കസിൽ 3 കേശങ്ങളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയുടെ മുടി കൊണ്ടും അതുപോലെ തന്നെ പിന്നെ താടിയുടെ രോമം കൊണ്ടും കയ്യിലെ രോമം കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എ.പി. അബൂബക്കർ മുസ്ലിയാരെ അനുഗ്രഹിച്ചു എന്ന് ത്വാഹിർ സഖാഫി എ.പി. അബൂബക്കർ മുസ്ലിയാരെ ഇരുത്തിക്കൊണ്ട് പ്രസംഗിച്ചു, അല്ലേ? ആ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടോ? വല്ലാത്ത സന്തോഷം തന്നെ. ഉസ്താദിനെ ഇരുത്തിക്കൊണ്ട് ഞാൻ ഇനിയും പറയുന്നില്ല, പിന്നെയും പറയാമെന്നുണ്ടെങ്കിൽ പലതും പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാരും അള്ള കാത്തു. ഏതായാലും ഷാഫി ഒളവട്ടൂർ അത് കേട്ടിട്ടുണ്ടോ? ഷാഫി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിലും നെസ് അടിക്കും, ഇല്ലെങ്കിൽ ഇല്ലാന്നടിക്കും. നമുക്ക് കളിപ്പിച്ചു തരാനാണേ. താഹിർ സഖാഫിയുടെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പേരിൽ ശുദ്ധിയുള്ളതും യഥാർത്ഥത്തിൽ ഇല്ലാത്തതുമായ ഷാഫി ഒളവട്ടൂർ എന്ന ആള് അത് കേട്ടിട്ടുണ്ടോ? താഹിർ സഖാഫി ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ ചെയ്യാ? കുട്ടി അടിക്കൂല എന്ന് പറഞ്ഞാൽ നമ്മളെന്താ കാട്ടുക? ഷാഫി ഒന്നടിക്കുങ്ങളേ.
എന്നാ ഷാഫിനെ അവിടെ ഷാഫിനൊന്നേ ഒന്നിങ്ങനെ ആ ഇൻഡു മാർക്ക് ഇട്ടിട്ട് അവിടെ നിർത്തിയും കെട്ടില്ലേ, എന്നിട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ ഒന്ന് ചോദ്യം ചോദിച്ചിട്ട് ഷാഫി കുറച്ച് കാര്യങ്ങളൊന്ന് പഠിക്കട്ടെ, അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കട്ടെ. ഒന്ന് ഇൻഡു മാർക്ക് ഇട്ടിട്ട് ഷാഫിനെ നിർത്തി ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത ആളുകൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുക്കാം. അവിടെ ഷാഫി പോകരുത് കേട്ടോ, അവിടെ തന്നെ നിന്നോളി. നിങ്ങൾക്ക് മൈക്ക് തരും, കുറച്ച് കാര്യങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മൈക്ക് തരാനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബൂസിനാൻ പറഞ്ഞ ആള് മൈക്ക് എടുക്കുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. എടുക്കുന്നതാണല്ലോ. ആണ്ടാ അബൂസിനാൻ ഉണ്ടാ? അബൂസിനാൻ ഉണ്ടെങ്കിൽ ഒന്ന് എസ് അടിച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ 2 വാക്ക് സംസാരിക്കണമെന്നുണ്ട്. 2 വാക്ക്. ഈ ഷാഫി വട്ടൂരിന്റെ എന്റെ ചോദ്യം അതല്ല എന്ന് പറഞ്ഞതിനുള്ള ഒരു മറുപടി ഇല്ലല്ലേ? ഏതായാലും പിന്നെ ഈ ഷാഫി വട്ടൂർ ഈ നൗഷാദ് സാഹിബ് ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, എസ് ഓർ നോ അടിക്കൂന്ന്. അദ്ദേഹം അപ്പോഴും ഉരുളാണ്. കാരണം അതടിച്ച അയാൾക്ക് അറിയാം അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് അയാൾ അടിക്കാത്തത്. അപ്പോൾ എന്റെ ചോദ്യമല്ല, നിങ്ങളെ ചോദ്യം എന്താണ്? SKSF സനത് കണ്ടുബോധിച്ച മുടി ലോകത്ത് എവിടെയുണ്ടോ അത് ഡൈവേർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് ഷാഫിയെ. നിങ്ങൾ നിങ്ങളുടെ മുടിയെ വിട്ടു എന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾ നിങ്ങളുടെ മുടിയെ കുറിച്ചുള്ള വിശ്വാസം നിങ്ങൾക്ക് ഇല്ല എന്നുള്ളത് പരമബോധ്യപ്പെടുത്തുന്ന രൂപത്തിലാണ് ഇപ്പൊ നിങ്ങളുടെ ചോദ്യം തന്നെ വന്നത്. നിങ്ങൾ അതാണ് ചോദിച്ചത്. ലോകത്ത് എവിടെയെങ്കിലും SKSF എവിടൊക്കെ മുടി സൂക്ഷിക്കുന്നുണ്ടോ അവിടൊക്കെ അതിന്റെ യഥാർത്ഥമായിട്ടുള്ള സനതോട് കൂടെ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ കേരളത്തിലെ വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. കേരളത്തിലെ SKSFകാരുടെ കയ്യിലോ സമസ്തക്കാരുടെ കയ്യിലോ അങ്ങനെ ഒരു മുടി കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടിയ മുടിയുടെ അവസ്ഥ നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് കിട്ടിയത് ബോംബെയിൽ നിന്ന് കിട്ടിയതാണ്. ഇതാണ് അതിന്റെ അവസ്ഥ. അതേ മുടി തന്നെയാണ് നിങ്ങളുടെ കയ്യിലും കിട്ടിയിട്ടുള്ളത്. പിന്നെ അതിനുള്ള വ്യവസ്ഥകളാണ് പരസ്യമായിട്ട് നമുക്കതിന് പരീക്ഷണത്തിന് തയ്യാറാണെന്ന് നമ്മളത് പ്രസ്താവിക്കുകയും ചെയ്തു. നിങ്ങൾ അതിനും തയ്യാറില്ല. മുമ്പ് ഒരു ദിവസം ഞാൻ ചോദ്യം ചോദിച്ചിരുന്നു, അതിന്റെ ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അടുത്തതിലേക്ക് പോകുന്നത്. അടുത്തതിലേക്ക് പോകുമ്പോ തന്നെ മനസ്സിലാക്കുക അത് പോയിരിക്കണേന്ന്. ആദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കണേ, ഞാനത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഉത്തരം കിട്ടാത്തതുകൊണ്ടല്ല, നിങ്ങൾക്കത് പിന്നെ നിങ്ങൾക്ക് മുടിവെള്ളം കുടിച്ചതിന്റെ ഫലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും തലയൊക്കെ അങ്ങോട്ട് കയറുന്നില്ല. എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരത്തെ മറുപടി കിട്ടണം പറഞ്ഞാൽ അത് കിട്ടൂല. ആ മുടി സത്യമാണെന്ന് ഞങ്ങൾ പറയണം, അത് കിട്ടൂലല്ലോ. കാരണം എന്താ, അതിനുള്ള വ്യക്തമായ തെളിവുകൾ നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണ്. ഞങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന മറുപടി ഞങ്ങൾക്ക് തൃപ്തികരമാകുന്ന മറുപടി. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കാന്തപുരം ഉഷാറാണ്, കാന്തപുരത്തിന്റെ മുടി അസിലാണ്, സത്യമുള്ളതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയാണെന്ന് ഞങ്ങൾ അംഗീകരിക്കണം. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരം. അത് സുഹൃത്തെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരും SKSFന്റെ കുട്ടികളും ഉള്ളിടത്തോളം കാലം കേരളത്തിൽ അത് വിലപ്പോവില്ല. നിങ്ങളുടെ ഈ തട്ടിപ്പോളും പരിപാടികളൊന്നും. ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക ഷാഫി, കേരളത്തിലെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മർക്കസിലെ വ്യാജമുടിയാണ് നമ്മുടെ വിഷയം. അപ്പൊ അത് ഡൈവേർട്ട് ചെയ്തിട്ട് എങ്ങോട്ട് കൊണ്ടുപോകരുത്, വെല്ലൂരിലേക്കും മറ്റുള്ള ഭാഗത്തേക്കും കൊണ്ട് എവിടൊക്കെ മുടി സൂക്ഷിച്ചു അവിടെ അതിന്റെ സ്ഥാനത്ത് സൂക്ഷിക്കുന്നുണ്ട്. അത് നിങ്ങൾ അവിടെയാണ് പോയി അന്വേഷിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾക്ക് അതിന് എതിർപ്പില്ല. എതിർപ്പ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് പ്രതിപാദിക്കേണ്ടത്, അതിന്റെ സ്ഥാനത്ത് കൊണ്ടുവരേണ്ടത്. നിങ്ങളത് ഷാഫി ഇനി മൈക്കെടുത്തിട്ട് മറ്റുള്ള എവിടെയെങ്കിലും SKSFക്കാർ കണ്ട് ബോധിച്ച സനത് കണ്ടു ബോധിച്ച ഷാർ മുർബാർക്കുണ്ടോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എവിടത്തെങ്കിലും മുടിയെ കുറിച്ച്, അതായത് ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെല്ലൂരിലെ, അതാണ് ഇപ്പൊ കാസിം ഉസ്താദ് അവിടുത്തെ വെള്ളം ലേലം ചെയ്തു എന്നാണല്ലോ നിങ്ങളുടെ പരാതി. അപ്പൊ അവിടെ ആ വെല്ലൂരത്തെ സ്ഥാനത്ത് നിങ്ങൾ എതിർക്കുന്നുണ്ട്, ആ മുടി ഞങ്ങൾക്ക് വിശ്വാസമില്ല, അവിടുത്തെ സ്ഥാനത്ത് ഞങ്ങൾക്ക് ബോധ്യമില്ല എന്ന് നിങ്ങൾ അതിനെ എതിർത്ത് പറയണം. അപ്പോഴാണല്ലോ നമ്മൾ അതിന് തെളിവുകൾ കൊണ്ടുവരേണ്ടത്. അതിന് തയ്യാറാവണം. നിങ്ങളെ ഔദ്യോഗികമായിട്ടുള്ള ആരെങ്കിലും ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞ ക്ലിപ്പുകളോ അല്ലെങ്കിൽ പ്രസ്താവനകളോ ഷാഫിന് പറയണം. അതല്ലാതെ കണ്ട് ലോകത്തുള്ള മുടിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ വരരുത്. ആ കാര്യം മാത്രം ഷാഫി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സുന്നത്ത് സാഹിബിന് മൈക്കിലേക്ക് വന്നോളൂ. അസ്സലാമു അലൈക്കും. അപ്പൊ ഷാഫി ഈ എസ് ഓർ നോ പറയാൻ തയ്യാറാണെങ്കിൽ ഏതെങ്കിലും നമ്മളെ ആളുകളൊന്നും, പിന്നെ നമ്മളെ അഡ്മിനുകളൊന്നും, പിന്നെ അബ്ദുസമദ് ബിൻ അലിക്കോ അതല്ലെങ്കിൽ അബൂ സഫ്വാൻ തങ്ങൾക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്ന് PM ചെയ്താൽ മതി, നിങ്ങൾ എസ് ഓർ നോ അടിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ.
അപ്പൊ നമുക്ക് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ്. പിന്നെ വെല്ലൂരിലെ മുടിയും അതുപോലെ ലോകത്തുള്ള പല മുടിയെക്കുറിച്ചും പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ തബറുക്കു സഹാബ എന്ന് പറഞ്ഞ PP മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഇറക്കിയ ഒരു പുസ്തകമുണ്ട്. അതിൽ ലോകരാജ്യങ്ങളിലെ വിവിധ മുടികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങൾ തന്നെ OM തരമണയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ലേഖനങ്ങളുടെ സമാഹാരത്തിൽ ഹാഷിമി പണ്ഡിതൻ സൗദി അറേബ്യയിൽ വെച്ചുകൊണ്ട് ലോകത്തെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടക്കമുള്ള പല മഹാന്മാരുടെയും അസുലുകളും ഒക്കെ രേഖപ്പെടുത്തപ്പെട്ടതിന്റെ ചിത്രങ്ങളും ആ രാജ്യങ്ങളുടെ പേര് വിവരങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ പല മഹാന്മാരും പല സ്ഥലങ്ങളിലും അതൊക്കെ രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഈ മുടി നൽകപ്പെട്ട മർക്കസിലേക്ക് നൽകപ്പെട്ട അഹമ്മദ് ഖസ്റജി തന്നെ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലും എവിടെയും ഈ അബൂദാബിയില്ല. ലോകത്താരും ഇന്ന് വരെ അബൂദാബിയിൽ അങ്ങനെ ഒരു കേശമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കേശമുണ്ട് എന്ന് ആദ്യമായി പറഞ്ഞിട്ടുള്ളത് ഒരു കേരളത്തിലെ പണ്ഡിതൻ, അത് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവായിരുന്നു. ആ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് തന്നെ അത് അറിയാതെ പറഞ്ഞതാണ്. അതിന്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ, അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവേശമല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ആ പ്രഖ്യാപനം നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ അത് കേട്ടോളൂ. അപ്പൊ അതുകൊണ്ടാണ് ഒരാളതാണ് എന്ന് പറഞ്ഞുപോയി, പിന്നെ അത് അല്ല എന്ന് തിരുത്തി പറഞ്ഞു. അപ്പൊ പിന്നെ ആണ് എന്ന വിശ്വാസത്തിൽ നിൽക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, ആണ് എന്ന വിശ്വാസം ഷാഫിയോളവട്ടൂരിനെ ടെസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്ത് കൊടുക്കും. ടെസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്ത് കൊടുക്കും. ടെസ്റ്റ് ഡോട്ട് ഒന്ന് ഒഴിവാക്കി. ടെസ്റ്റ് ഡോട്ട് ഓക്കെ ഷാഫി ഓക്കെ ടെസ്റ്റ് അടിക്കാം. നിങ്ങൾക്ക് ടെസ്റ്റ് അടിക്കപ്പോ. അപ്പൊ ഷാഫിയോളവട്ടൂർ ഞാൻ ചോദിച്ചത് അതാണ്, നിങ്ങൾ ഈ AP അബൂബക്കർ മുസ്ലിയാറെ സാക്ഷിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യനും SSFന്റെ മുൻ സംസ്ഥാന നേതാവുമായിരുന്ന പ്രസിഡന്റുമായിരുന്ന ത്വാഹിർ സഖാഫി പ്രഖ്യാപിച്ച പ്രഖ്യാപനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? AP അബൂബക്കർ മുസ്ലിയാർ സാക്ഷിയാക്കി AP അബൂബക്കർ മുസ്ലിയാർ ഇരിക്കുന്ന വേദിയിൽ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ഇനിയും ഞാൻ കൂടുതൽ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനം, AP അബൂബക്കർ മുസ്ലിയാർ നിഷേധിക്കാത്ത ആ പ്രഖ്യാപനം താങ്കൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ട് എന്നടിക്കുക, ഇല്ലെങ്കിൽ ഇല്ല എന്നടിക്കുക. നമ്മൾ സംസാരം മുന്നോട്ട് കൊണ്ടുപോകാനാണ്. ഉണ്ട് എന്നോ ഇല്ല എന്നോ അടിക്കാൻ തയ്യാറില്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കും. ബാക്കിയുള്ള ആളുകളും ഇവിടെ ചർച്ചകൾ മുന്നോട്ട് പോകട്ടെ. സിദ്ദീഖ് താനൂർ സാഹിബുണ്ട്, അതുപോലെ തന്നെ ജാഫർ വില്ലൻ, ഹാഷിം കോയപ്പാറ, അബൂ സിനാൻ, ഷബാബി, അബൂ സഫ്വാൻ തങ്ങൾ, അൻവർ CK എന്ന പേരിന് ശേഷം ബഹുമാനപ്പെട്ട ഷാഫിക്ക് വീണ്ടും ഞങ്ങൾ അവസരം നൽകുന്നതാണ്. തൽക്കാലം നിങ്ങളുടെ കയ്യിൽ ഉത്തരമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അങ്ങനെ നിങ്ങളെ നിർത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവരുടെ ചർച്ചകളിൽ നിന്നൊക്കെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നും അതിന്റെ വിശദീകരണങ്ങളിലൂടെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് അങ്ങനെ നിർത്തിയതാണ്. നിങ്ങളെ വളരെ ബഹുമാനാദരവോടുകൂടി മാത്രമാണ് ഞങ്ങൾ അങ്ങനെ നിർത്തിയിട്ടുള്ളത്. എല്ലാ ബഹുമാനവും എല്ലാ ആദരവും തന്നുകൊണ്ടാണ് നിങ്ങളെ നിർത്തിയിട്ടുള്ളത്. അത് ഒരു ഹിന്ദുമാർക്ക് അതൊരു അനാദരവിന്റെ സൂചനയായി നിങ്ങൾ കാണരുത്. കാരണം ആദരിച്ച് ഒരു കസാലയിൽ ഇരുത്തിയ പോലെ മാത്രം കണക്കാക്കിയാൽ മതി. ഇൻഷാ അല്ലാഹ് ഈ ചർച്ചകളിലൂടെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ വെളിവാകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നിങ്ങളെ ഒരിക്കലും ഞങ്ങൾ ബാൻ ചെയ്യുകയോ നിങ്ങളെ ഒരിക്കലും ഞങ്ങളെ ക്ലാസ് റൂമിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്യുന്നില്ല. നിങ്ങളെ ഞങ്ങളെ ക്ലാസ്സിൽ വളരെ ആദരവോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനിരുത്തിയതാണ് എന്ന സൽവിചാരം നിങ്ങൾക്കുണ്ടാകണം എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. AP അബൂബക്കർ മൗലവിയുടെ ഏറ്റവും പുതിയ കളവ്, അല്ലെങ്കിൽ അവരുടെ ശിങ്കിടികളുടെ ഏറ്റവും പുതിയ കളവ് കേട്ടപ്പോഴാണ് മൈക്കെടുക്കാൻ തോന്നിയത്. ദിനംപ്രതി കളവുകൾ മാത്രം പറഞ്ഞുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു വിഭാഗത്തിന് ഇന്ന് ഇങ്ങനൊരു കളവ് പറഞ്ഞാൽ നാളെ വേറൊരു കളവ് അവര് കൊണ്ടുവരുന്നതിൽ അവർക്കോ അല്ലെങ്കിൽ അവരോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കോ ഒന്നും ആർക്കും യാതൊരു കേൾക്കുന്നില്ല, ആർക്കും യാതൊരു നാണം ഉണ്ടാവില്ല. പഴയ കാലത്തൊക്കെ ഈ വിഭാഗം ആളുകൾ ധാരാളം കളവുമായിട്ട് നാട്ടിൽ കൂടെ ഇറങ്ങി നടന്നത് നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്. ഒരു വിശിഷ്ട വ്യക്തിയെ കേരളത്തിൽ മർക്കസിന്റെ സമ്മേളനത്തിൽ കൊടുന്ന് വേഷം കെട്ടിച്ച കഥ നമുക്ക് എല്ലാവർക്കും അറിയാം.
അബൂബക്കർ മൗലവി എന്ന് പറയാണ്. മൗലവി എന്ന് പറയാം. മൗലവി എന്ന പദം നമ്മൾ എല്ലാവർക്കും ഉപയോഗിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ നേരത്തെ ഒരു മർക്കസ് സമ്മേളനത്തിന് ഒരു അറബീനെ വേഷം കെട്ടിച്ച് ഇദ്ദേഹം കൊണ്ടുവന്നത്? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? പിന്നെ നിലമ്പൂർ, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഭാഗത്തുള്ള കല്ലാമൂല എന്ന് പറയുന്ന പ്രദേശത്തെ ഒരാളെ ഇവര് വേഷം കെട്ടിച്ച് മർക്കസിന്റെ സമ്മേളനത്തിൽ കൊണ്ടുവന്ന്